സ്വാഗതം ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്മാർട്ട് വിന്നർ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് യൂറോപ്യന്മാരുടെ വരവ്, യൂറോപ്യന്മാരുടെ സംഭാവന എന്ന വിഷയം അടിസ്ഥാനമാക്കിയുള്ള LDC മെയിൻ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ക്ലാസ്സാണ്. അപ്പോൾ എല്ലാ ചോദ്യങ്ങളും മനസ്സിരുത്തി പഠിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും കഠിനാധ്വാനികൾ മാത്രമായിരിക്കും റാങ്ക് ലിസ്റ്റിൽ ഇടം നേടുക, എല്ലാ പരീക്ഷയിലും എന്ന പോലെ ഈ പരീക്ഷയിലും. അതുപോലെ ഫ്രണ്ട്സ്, kerala.psc.winner.co.in എന്ന നമ്മുടെ സ്മാർട്ട് വിന്നർ വെബ്സൈറ്റിൽ LDC, LGS, ഡിഗ്രി ലെവൽ പ്രാഥമിക പരീക്ഷ തുടങ്ങി എല്ലാ PSC പരീക്ഷകൾക്കും ഏറ്റവും പ്രയോജനപ്പെടുന്ന രീതിയിൽ ക്വിസുകൾ നമ്മളിപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ക്വിസുകളുടെ വെബ്സൈറ്റ് ലിങ്ക് ഡെസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഡെസ്ക്രിപ്ഷൻ ബോക്സ് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും സന്ദർശിക്കുക. ക്വിസ് രൂപത്തിലുള്ള ഈ പഠന രീതി കൂടി മാക്സിമം നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഫ്രണ്ട്സ്, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. വാസ്കോ ഡ ഗാമ ആദ്യമായി ഇന്ത്യയിലെത്തിയ വർഷമേത്? ഓപ്ഷൻ സി 1498 വാസ്കോ ഡ ഗാമ ആദ്യമായിട്ട് ഇന്ത്യയിലെത്തിയ വർഷമാണ് 1498. ഇന്ത്യയിൽ കടൽ മാർഗം കച്ചവടത്തിനെത്തിയ ആദ്യ യൂറോപ്യന്മാർ ആരായിരുന്നു? പോർച്ചുഗീസുകാരായിരുന്നു. ഇന്ത്യയിൽ കടൽ മാർഗം കച്ചവടത്തിനെത്തിയ ആദ്യ യൂറോപ്യന്മാരായിരുന്നു പോർച്ചുഗീസുകാർ. അതുപോലെ കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ ആരായിരുന്നു? വാസ്കോ ഡ ഗാമയായിരുന്നു. കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ ആയിരുന്നു വാസ്കോ ഡ ഗാമ. വാസ്കോ ഡ ഗാമ ഇന്ത്യയിലേക്കുള്ള ഐതിഹാസിക യാത്ര ആരംഭിച്ചത് എവിടെ നിന്നുമാണ്? ലിസ്ബണിൽ നിന്നുമാണ് വാസ്കോ ഡ ഗാമ ഇന്ത്യയിലേക്കുള്ള യാത്ര ആരംഭിച്ചത്. ലിസ്ബണിൽ നിന്ന്. വാസ്കോ ഡ ഗാമ ഇന്ത്യയിൽ വന്നിറങ്ങിയ സ്ഥലമേത്? കാപ്പാടാണ്. കോഴിക്കോടിനടുത്തുള്ള കാപ്പാടാണ് വാസ്കോ ഡ ഗാമ ഇന്ത്യയിൽ വന്നിറങ്ങിയ സ്ഥലമാണ്. കോഴിക്കോടിനടുത്തുള്ള കാപ്പാട് 1498. അപ്പോൾ ആദ്യമായിട്ട് ഇന്ത്യയിൽ വന്നിട്ട് 1498 വന്നിട്ട് വാസ്കോ ഡ ഗാമ തിരിച്ചു പോയ വർഷമാണ് 1499. വാസ്കോ ഡ ഗാമ സഞ്ചരിച്ച കപ്പലിൻ്റെ പേരെന്ത്? സെൻറ്റ് ഗബ്രിയേൽ എന്നതാണ് വാസ്കോ ഡ ഗാമ സഞ്ചരിച്ച കപ്പലിൻ്റെ പേരാണ് സെൻറ്റ് ഗബ്രിയേൽ. വാസ്കോ ഡ ഗാമ രണ്ടാമതായി ഇന്ത്യയിലെത്തിയ വർഷം 1502 വാസ്കോ ഡ ഗാമ രണ്ടാമതായിട്ട് ഇന്ത്യയിലെത്തിയ വർഷമാണ് 1502. ഇനി അതുപോലെ വാസ്കോ ഡ ഗാമ മൂന്നാമതായി ഇന്ത്യയിലെത്തിയ വർഷമാണ് 1524. അപ്പോൾ വാസ്കോ ഡ ഗാമ ആദ്യമായിട്ട് ഇന്ത്യയിലെത്തിയ വർഷമാണ് 1498. രണ്ടാമതായിട്ട് വാസ്കോ ഡ ഗാമ ഇന്ത്യയിലെത്തിയ വർഷമാണ് 1502. വാസ്കോ ഡ ഗാമ മൂന്നാമതും അവസാനവുമായിട്ട് ഇന്ത്യയിലെത്തിയ വർഷമാണ് 1524. അപ്പോൾ വാസ്കോ ഡ ഗാമ എത്ര പ്രാവശ്യം ഇന്ത്യ സന്ദർശിച്ചിട്ടുണ്ട്? 3 പ്രാവശ്യമാണ് വാസ്കോ ഡ ഗാമ ഇന്ത്യയിൽ വന്നിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. വാസ്കോ ഡ ഗാമ പോർച്ചുഗീസ് വൈസ്രോയിയായി ഇന്ത്യയിലെത്തിയ വർഷമേത്? 1524 വാസ്കോ ഡ ഗാമ പോർച്ചുഗീസ് വൈസ്രോയിയായി ഇന്ത്യയിലെത്തിയ വർഷമാണ് 1524. അതായത് വാസ്കോ ഡ ഗാമ മൂന്നാമതായിട്ട് ഇന്ത്യയിൽ എത്തിയപ്പോഴാണ് വാസ്കോ ഡ ഗാമ പോർച്ചുഗീസ് വൈസ്രോയി എന്ന നിലയിൽ ഇന്ത്യയിൽ എത്തിയത്. വാസ്കോ ഡ ഗാമ അന്തരിച്ച വർഷമേത്? അപ്പോൾ ഈ മൂന്നാമത് വന്ന വർഷം, അതായത് 1524 തന്നെയാണ് വാസ്കോ ഡ ഗാമ അന്തരിച്ച വർഷവും 1524 തന്നെ. ഇനി വാസ്കോ ഡ ഗാമയുടെ ഭൗതിക ശരീരം ആദ്യം അടക്കം ചെയ്ത പള്ളി ഏത്? കൊച്ചിയിലെ സെൻറ്റ് ഫ്രാൻസിസ് പള്ളിയിലാണ് വാസ്കോ ഡ ഗാമയുടെ ഭൗതിക ശരീരം ആദ്യം അടക്കം ചെയ്തത്. കൊച്ചിയിലാണ്, കൊച്ചിയിലെ സെൻറ്റ് ഫ്രാൻസിസ് പള്ളിയിൽ. ഇനി അതുപോലെ പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ പള്ളി ഏതാണ്? സെൻറ്റ് ഫ്രാൻസിസ് പള്ളിയാണ്. കൊച്ചിയിലെ സെൻറ്റ് ഫ്രാൻസിസ് പള്ളിയാണ് പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ പള്ളിയാണ് കൊച്ചിയിലെ സെൻറ്റ് ഫ്രാൻസിസ് പള്ളി. അപ്പോൾ ഇതേ സെൻറ്റ് ഫ്രാൻസിസ് പള്ളിയിലാണ് വാസ്കോ ഡ ഗാമയുടെ ഭൗതിക ശരീരം ആദ്യം അടക്കം ചെയ്തത്. ഇനി അതുപോലെ വാസ്കോ ഡ ഗാമയുടെ ഭൗതിക ശരീരം കൊച്ചിയിൽ നിന്നും പോർച്ചുഗലിലേക്ക് കൊണ്ടുപോയ വർഷമേത്? 1539 വാസ്കോ ഡ ഗാമയുടെ ഭൗതിക ശരീരം കൊച്ചിയിൽ നിന്നും പോർച്ചുഗലിലേക്ക് കൊണ്ടുപോയ വർഷമാണ് 1539. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപതി, ഇന്ത്യൻ മഹാസമുദ്രത്തിലെ അധിപൻ എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? വാസ്കോ ഡ ഗാമയാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപതി. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ അധിപൻ എന്നൊക്കെ അറിയപ്പെടുന്നത് വാസ്കോ ഡ ഗാമ തന്നെ. അതുപോലെ വാസ്കോ ഡ ഗാമ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഗോവയിലാണ്. വാസ്കോ ഡ ഗാമ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഗോവ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാസ്കോ ഡ ഗാമയുടെ പിൻഗാമിയായി ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികൻ ആരാണ്? പെഡ്രോ അൽവാരസ് കബ്രാളാണ് വാസ്കോ ഡ ഗാമയുടെ പിൻഗാമിയായി ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികനാണ്
പെഡ്രോ അൽവാരസ് കബ്രാൾ. അതുപോലെ കൊച്ചിയിൽ പണ്ടകശാല സ്ഥാപിച്ച പോർച്ചുഗീസ് നാവികൻ ആര് തന്നെയാണ്? കബ്രാൾ തന്നെയാണ്. കൊച്ചിയിൽ പണ്ടകശാല സ്ഥാപിച്ച പോർച്ചുഗീസ് നാവികനാണ് കബ്രാൾ, വാസ്കോഡ ഗാമയുടെ പിൻഗാമി. ആഫ്രിക്കയിലെ ശുഭപ്രതീക്ഷ മുനമ്പ് ചുറ്റി സഞ്ചരിച്ച ആദ്യ പോർച്ചുഗീസ് നാവികൻ ആരാണ്? വാസ്കോഡ ഗാമയല്ല, ബർത്തലോമിയോ ഡയസ് ആണ് ആഫ്രിക്കയിലെ ശുഭപ്രതീക്ഷ മുനമ്പ് ചുറ്റി സഞ്ചരിച്ച ആദ്യ പോർച്ചുഗീസ് നാവികനാണ് ബർത്തലോമിയോ ഡയസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആരായിരുന്നു? ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ് ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയിയാണ് ഫ്രാൻസിസ്കോ ഡി അൽമേഡ. ബ്ലൂ വാട്ടർ പോളിസി നീല ജലനയം നടപ്പിലാക്കിയ പോർച്ചുഗീസ് വൈസ്രോയി ആരായിരുന്നു? അൽമേഡയായിരുന്നു. ബ്ലൂ വാട്ടർ പോളിസി അഥവാ നീല ജലനയം നടപ്പിലാക്കിയ പോർച്ചുഗീസ് വൈസ്രോയി അൽമേഡയാണ്. അതുപോലെ സെയിൻറ്റ് ആഞ്ചലോസ് കോട്ട സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരിലാണ്. അപ്പോൾ കണ്ണൂരിലെ സെൻറ്റ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ചത് ആരാണ്? അൽമേഡയാണ്. കണ്ണൂരിലെ സെൻറ്റ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ചത് അൽമേഡ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനായി അറിയപ്പെടുന്ന വൈസ്രോയി ആര്? ഓപ്ഷൻ ബി അൽബുക്കർക്കാണ്. ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനായി അറിയപ്പെടുന്ന വൈസ്രോയിയാണ് അൽബുക്കർക്ക്. അപ്പോൾ ആരാണ് അൽബുക്കർക്ക്? നമുക്കറിയാം ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയിയാണ് അൽബുക്കർക്ക്. അപ്പോൾ ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയിയാണ് അൽബുക്കർക്ക്. അപ്പോൾ ഇതേ അൽബുക്കർക്കാണ് ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകൻ എന്ന് അറിയപ്പെടുന്നത് അൽബുക്കർക്കാണ്. അതുപോലെ ഇന്ത്യയിൽ പോർച്ചുഗീസ് കോളനിവൽക്കരണത്തിന് നേതൃത്വം നൽകിയ വൈസ്രോയി ആരാണ്? അൽബുക്കർക്കാണ്. ഇന്ത്യയിൽ പോർച്ചുഗീസ് കോളനിവൽക്കരണത്തിന് നേതൃത്വം നൽകിയ വൈസ്രോയി അൽബുക്കർക്കാണ്. ഇനി അതുപോലെ ഇന്ത്യയിൽ മിശ്ര കോളനി വ്യവസ്ഥയെ പ്രോത്സാഹിപ്പിച്ച പോർച്ചുഗീസ് വൈസ്രോയി ആര് തന്നെയാണ്? അൽബുക്കർക്കാണ്. ഇന്ത്യയിൽ മിശ്ര കോളനി വ്യവസ്ഥയെ, അതായത് പോർച്ചുഗീസുകാർ മാത്രമല്ല ഇന്ത്യക്കാരും കൂടി ഉൾപ്പെടുന്ന കോളനി വ്യവസ്ഥയെ, മിശ്ര കോളനി വ്യവസ്ഥയെ പ്രോത്സാഹിപ്പിച്ച പോർച്ചുഗീസ് വൈസ്രോയി അൽബുക്കർക്കാണ്. അപ്പോൾ ഇന്ത്യയിൽ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയിയാണ് അൽബുക്കർക്ക്. അൽബുക്കർക്കാണ് ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകൻ എന്ന് അറിയപ്പെടുന്നത് അൽബുക്കർക്കാണ്. അപ്പോൾ ഇന്ത്യയിൽ പോർച്ചുഗീസ് കോളനിവൽക്കരണത്തിന് നേതൃത്വം നൽകിയതും അതുപോലെ മിശ്ര കോളനി വ്യവസ്ഥയെ പ്രോത്സാഹിപ്പിച്ചതും അൽബുക്കർക്കാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. പോർച്ചുഗീസ് ആസ്ഥാനം കൊച്ചിയിൽ നിന്നും ഗോവയിലേക്ക് മാറ്റിയ വൈസ്രോയി ആര് തന്നെയാണ്? അൽബുക്കർക്കാണ്. ഇന്ത്യയിൽ പോർച്ചുഗീസ് ആസ്ഥാനം കൊച്ചിയിൽ നിന്നും ഗോവയിലേക്ക് മാറ്റിയ വൈസ്രോയി അൽബുക്കർക്ക്. ഇനി അതുപോലെ കോഴിക്കോട് നഗരം ആക്രമിച്ച പോർച്ചുഗീസ് വൈസ്രോയി ആരാണ്? അൽബുക്കർക്കാണ്. കോഴിക്കോട് നഗരം ആക്രമിച്ച പോർച്ചുഗീസ് വൈസ്രോയിയാണ് അൽബുക്കർക്ക്. മാനുവൽ കോട്ട പണികഴിപ്പിച്ച പോർച്ചുഗീസ് വൈസ്രോയി ആരാണ്? അൽബുക്കർക്കാണ്. മാനുവൽ കോട്ട പണികഴിപ്പിച്ച പോർച്ചുഗീസ് വൈസ്രോയി അൽബുക്കർക്ക്. ഇനി അതുപോലെ ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യ കോട്ട ഏതാണ്? ഈ മാനുവൽ കോട്ടയാണ്. ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യ കോട്ടയാണ് മാനുവൽ കോട്ട. കൊച്ചിയിൽ സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഏറ്റവും പഴയ യൂറോപ്യൻ നിർമ്മിതി ഏതാണ്? മാനുവൽ കോട്ടയാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴയ യൂറോപ്യൻ നിർമ്മിതിയാണ് മാനുവൽ കോട്ട. ഇനി അതുപോലെ മാനുവൽ കോട്ടയുടെ മറ്റു പേരുകൾ എന്തൊക്കെയാണ്? പള്ളിപ്പുറം കോട്ട, വൈപ്പിൻ കോട്ട, കൊച്ചിൻ കോട്ട, ആയക്കോട്ട, അഴീക്കോട്ട എന്നെല്ലാം അറിയപ്പെടുന്നത് ഏതു തന്നെയാണ്? മാനുവൽ കോട്ടയാണ്. പള്ളിപ്പുറം കോട്ട, വൈപ്പിൻ കോട്ട, കൊച്ചിൻ കോട്ട, ആയക്കോട്ട, അഴീക്കോട്ട എന്നെല്ലാം അറിയപ്പെടുന്നത് മാനുവൽ കോട്ടയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കുഞ്ഞാലിമരക്കാരുടെ ആക്രമണം നേരിടാൻ 1531 പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോട്ട ഏതാണ്? ചാലിയം കോട്ടയാണ്. കുഞ്ഞാലിമരക്കാരുടെ ആക്രമണം നേരിടാൻ 1531 പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോട്ടയാണ് ചാലിയം കോട്ട. അപ്പോൾ ഈ ചാലിയം കോട്ട സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ്. അപ്പോൾ ചാലിയം കോട്ട നിർമ്മിച്ചത് ആരാണ്? പോർച്ചുഗീസുകാരാണ് ചാലിയം കോട്ട നിർമ്മിച്ചത്. എവിടെയാണ് ചാലിയം കോട്ട സ്ഥിതി ചെയ്യുന്നത്? കോഴിക്കോട് ജില്ലയിൽ. അതുപോലെ ചാലിയം കോട്ട പണികഴിപ്പിച്ച പോർച്ചുഗീസ് ഗവർണർ ആരായിരുന്നു? ന്യൂനോ ഡ കുൻഹയായിരുന്നു. ചാലിയം കോട്ട പണികഴിപ്പിച്ച പോർച്ചുഗീസ് ഗവർണറാണ് ന്യൂനോ ഡ കുൻഹ. അതുപോലെ പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ പരിചയപ്പെടുത്തിയ വാസ്തുവിദ്യാ ശൈലിയുടെ പേരെന്ത്? ഗോഥിക് ശൈലി എന്നതാണ് പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ പരിചയപ്പെടുത്തിയ വാസ്തുവിദ്യാ ശൈലിയുടെ പേരാണ് ഗോഥിക് ശൈലി. അല്ലെങ്കിൽ ഗോഥിക് ശൈലി ഏത് യൂറോപ്യൻ ശക്തിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? പോർച്ചുഗീസുകാരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഗോഥിക് ശൈലി പോർച്ചുഗീസുകാരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കൊച്ചി രാജാവായിരുന്ന വീരകേരളവർമ്മയ്ക്ക് പോർച്ചുഗീസുകാർ നിർമ്മിച്ചു നൽകിയ കൊട്ടാരം ഏതാണ്? മട്ടാഞ്ചേരി പാലസാണ്
കൊച്ചി രാജാവായിരുന്ന വീരകേരളവർമ്മയ്ക്ക് പോർച്ചുഗീസുകാർ നിർമ്മിച്ചു നൽകിയ കൊട്ടാരമാണ് മട്ടാഞ്ചേരി പാലസ്. അപ്പോൾ മട്ടാഞ്ചേരി പാലസ് നിർമ്മിച്ചത് ആരാണ്? പോർച്ചുഗീസുകാരാണ്. ആർക്ക് വേണ്ടിയാണ് നിർമ്മിച്ചത്? വീരകേരളവർമ്മയ്ക്ക് വേണ്ടിയാണ് നിർമ്മിച്ചത്. പക്ഷേ ഡച്ചുകാർ പിന്നീട് ഈ മട്ടാഞ്ചേരി പാലസ് പുതുക്കി പണിതതോടെ ഡച്ച് കൊട്ടാരം എന്ന് മട്ടാഞ്ചേരി പാലസ് അറിയപ്പെട്ടു. കൊച്ചിയിലും വൈപ്പിനിലും അച്ചടിശാല സ്ഥാപിച്ച വിദേശ ശക്തി ഏത്? പോർച്ചുഗീസുകാരാണ്. കൊച്ചിയിലും വൈപ്പിനിലും അച്ചടിശാല സ്ഥാപിച്ച വിദേശ ശക്തിയാണ് പോർച്ചുഗീസുകാർ. അതുപോലെ കൈതച്ചക്ക, പപ്പായ, കശുവണ്ടി, പേരയ്ക്ക, ആത്തയ്ക്ക, വറ്റൽമുളക്, പുകയില, മരച്ചീനി, റബ്ബർ എന്നിവ ഇന്ത്യയിൽ കൊണ്ടുവന്നത് ആരാണ്? പോർച്ചുഗീസുകാരാണ്. കൈതച്ചക്ക, പപ്പായ, കശുവണ്ടി, പേരയ്ക്ക, ആത്തയ്ക്ക, വറ്റൽമുളക്, പുകയില, മരച്ചീനി, റബ്ബർ എന്നിവ ഇന്ത്യയിൽ കൊണ്ടുവന്നത് ആരാണ്? പോർച്ചുഗീസുകാരാണ്. ക്രിസ്തീയ കലാരൂപമായ ചവിട്ട് നാടകം കേരളത്തിൽ പ്രചരിപ്പിച്ചതും ജനകീയമാക്കിയതും ആരാണ്? പോർച്ചുഗീസുകാരാണ്. ക്രിസ്തീയ കലാരൂപമായ ചവിട്ട് നാടകം കേരളത്തിൽ പ്രചരിപ്പിച്ചത് ആരാണ്? പോർച്ചുഗീസുകാർ. ഇന്ത്യയിൽ ആദ്യമായി യൂറോപ്യൻ സ്കൂൾ ആരംഭിച്ചത് എവിടെയാണ്? കൊച്ചിയിലാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് യൂറോപ്യൻ സ്കൂൾ ആരംഭിച്ചത് കൊച്ചിയിലാണ്. സ്കൂൾ ആരംഭിച്ചത് ആരാണ്? പോർച്ചുഗീസുകാർ. കേരളത്തിലെ പോർച്ചുഗീസ് അതിക്രമങ്ങളെക്കുറിച്ച് സൂചന നൽകുന്ന ഷെയ്ഖ് സൈനുദ്ദീൻ രചിച്ച കൃതി ഏതാണ്? തുഹ്ഫത്തുൽ മുജാഹിദീനാണ്. കേരളത്തിലെ പോർച്ചുഗീസ് അതിക്രമങ്ങളെക്കുറിച്ച് സൂചന നൽകുന്ന ഷെയ്ഖ് സൈനുദ്ദീൻ രചിച്ച കൃതിയാണ് തുഹ്ഫത്തുൽ മുജാഹിദീൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. പോർച്ചുഗീസുകാരും കോഴിക്കോട് സാമൂതിരിയും തമ്മിൽ ഒപ്പുവെച്ച സന്ധികൾ ഏതൊക്കെയാണ്? കണ്ണൂർ സന്ധിയും പൊന്നാനി സന്ധിയുമാണ് പോർച്ചുഗീസുകാരും കോഴിക്കോട് സാമൂതിരിയും തമ്മിൽ ഒപ്പുവെച്ച സന്ധികളാണ് കണ്ണൂർ സന്ധിയും പൊന്നാനി സന്ധിയും. അപ്പോൾ ഈ കണ്ണൂർ സന്ധി ഒപ്പുവെച്ചത് 1513-ലും പൊന്നാനി സന്ധി ഒപ്പുവെച്ചത് 1540-ലുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷമേത്? ഓപ്ഷൻ ഡി 1602-ലാണ്. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷമാണ് 1602. ഡച്ചുകാർ ഇന്ത്യയിൽ വന്ന വർഷമേതാണ്? 1595-ലാണ്. ഡച്ചുകാർ ഇന്ത്യയിൽ വന്ന വർഷമാണ് 1595. ഡച്ചുകാർ കൊല്ലം പിടിച്ചടക്കിയ വർഷമേത്? 1658-ലാണ്. ഡച്ചുകാർ കൊല്ലം പിടിച്ചടക്കിയ വർഷമാണ് 1658. ഇനി അതുപോലെ ഡച്ചുകാർ ആരെ പരാജയപ്പെടുത്തിയാണ് കൊല്ലം പിടിച്ചെടുത്തത്? പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിയാണ് ഡച്ചുകാർ കൊല്ലം പിടിച്ചെടുത്തത്. പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിയാണ്. ഇനി അതുപോലെ ഡച്ചുകാർ കൊച്ചി പിടിച്ചെടുത്ത വർഷമേത്? 1663-ലാണ്. ഡച്ചുകാർ കൊച്ചി പിടിച്ചെടുത്ത വർഷമാണ് 1663. അപ്പോൾ ഡച്ചുകാർ ഇന്ത്യയിൽ വന്ന വർഷമാണ് 1595. 1602-ൽ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കപ്പെട്ടു. ഡച്ചുകാർ കൊല്ലം പിടിച്ചടക്കിയ വർഷമാണ് 1658. ഇനി അതുപോലെ ഡച്ചുകാർ കൊച്ചി പിടിച്ചെടുത്ത വർഷമാണ് 1663. അപ്പോൾ ഡച്ചുകാർ കൊല്ലം പിടിച്ചെടുത്തതും അതുപോലെ കൊച്ചി പിടിച്ചെടുത്തതും ആരെ പരാജയപ്പെടുത്തിയാണ്? പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിയ ഡച്ച് അഡ്മിറൽ ആര്? അഡ്മിറൽ വാൻഗോയിൻസ് ആണ്. പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിയ ഡച്ച് അഡ്മിറലാണ് അഡ്മിറൽ വാൻഗോയിൻസ്. കോഴിക്കോട് സാമൂതിരിയും ഡച്ചുകാരും തമ്മിൽ 1661-ൽ ഒപ്പുവെച്ച സന്ധിയുടെ പേരെന്ത്? അഴീക്കോട് സന്ധിയാണ്. കോഴിക്കോട് സാമൂതിരിയും ഡച്ചുകാരും തമ്മിൽ ഒപ്പുവെച്ച സന്ധിയാണ് അഴീക്കോട് സന്ധി. ഡച്ചുകാർ ഗുരുവായൂരിൽ നിർമ്മിച്ച കോട്ടയുടെ പേരെന്ത്? ചേറ്റുവ കോട്ടയാണ്. ഡച്ചുകാർ ഗുരുവായൂരിൽ നിർമ്മിച്ച കോട്ടയാണ് ചേറ്റുവ കോട്ട. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. 1753-ൽ മാവേലിക്കര ഉടമ്പടി ഒപ്പുവെച്ചത് ആരൊക്കെ തമ്മിലാണ്? മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലാണ്. 1753-ൽ മാവേലിക്കര ഉടമ്പടി ഒപ്പുവെച്ചത് മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ. അപ്പോൾ ഈ ഡച്ചു ഭരണം കേരളത്തിൽ അവസാനിക്കാൻ കാരണമായ ഉടമ്പടിയാണ് മാവേലിക്കര ഉടമ്പടിയാണ്. ഡച്ചു ഭരണം കേരളത്തിൽ അവസാനിക്കാൻ കാരണമായ ഉടമ്പടിയാണ് മാവേലിക്കര ഉടമ്പടി. ഇന്ത്യയിൽ ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവന എന്ന് കരുതപ്പെടുന്നത് എന്താണ്? ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥമാണ് ഇന്ത്യയിൽ ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവനയായിട്ട് കരുതപ്പെടുന്നത്. ഹോർത്തൂസ് മലബാറിക്കസ് ആണ്. ഹോർത്തൂസ് മലബാറിക്കസ് തയ്യാറാക്കിയിരിക്കുന്ന ഭാഷ ഏതാണ്? ലാറ്റിൻ ഭാഷയിലാണ്. ഹോർത്തൂസ് മലബാറിക്കസ് തയ്യാറാക്കിയ ഭാഷയാണ് ലാറ്റിൻ ഭാഷ. ഹോർത്തൂസ് മലബാറിക്കസ് ആണ് ഇന്ത്യയിൽ ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവനയായിട്ട് കരുതപ്പെടുന്നത്. അപ്പോൾ എന്താണ് ഹോർത്തൂസ് മലബാറിക്കസ്? ഹോർത്തൂസ് മലബാറിക്കസ് തയ്യാറാക്കിയ ഭാഷയാണ് ലാറ്റിൻ ഭാഷ. ഹോർത്തൂസ് മലബാറിക്കസ് തയ്യാറാക്കിയ ഭാഷയാണ് ലാറ്റിൻ ഭാഷ. ഹോർത്തൂസ് മലബാറിക്കസ് തയ്യാറാക്കിയ ഭാഷയാണ് ലാറ്റിൻ ഭാഷ. അപ്പോൾ എന്താണ് ഹോർത്തൂസ് മലബാറിക്കസ്?
മലബാറിലെ ഔഷധ സസ്യങ്ങളെപ്പറ്റി പ്രതിപാദിക്കുന്ന ഡച്ചുകാർ തയ്യാറാക്കിയ പുസ്തകമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. മലബാറിലെ ഔഷധ സസ്യങ്ങളെപ്പറ്റി പ്രതിപാദിക്കുന്ന ഡച്ചുകാർ തയ്യാറാക്കിയ പുസ്തകമാണ്. അതുപോലെ ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ മറ്റൊരു പേരാണ് കേരളാരാമം എന്നത് ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ മറ്റൊരു പേരാണ്. ഇനി അതുപോലെ ഈ ഹോർത്തൂസ് മലബാറിക്കസ് രചിച്ചത് ആരാണ്? അഡ്മിറൽ വാൻഡ്രീഡ് ആണ്. ഹോർത്തൂസ് മലബാറിക്കസ് രചിച്ചത് ആരാണ്? അഡ്മിറൽ വാൻഡ്രീഡ്. ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ച സ്ഥലമേത്? ആംസ്റ്റർഡാമിലാണ് ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ചത്, ആംസ്റ്റർഡാമിൽ വെച്ചത്. എത്ര വാല്യങ്ങളായാണ് ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ചത്? 12 വാല്യങ്ങളായാണ്. 12 വാല്യങ്ങളിലായിട്ടാണ് ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ചത്, 12 വാല്യങ്ങളിൽ ആംസ്റ്റർഡാമിൽ. ഹോർത്തൂസ് മലബാറിക്കസിൽ പ്രതിപാദിച്ചിരിക്കുന്ന ആദ്യ വൃക്ഷം ഏതാണ്? തെങ്ങാണ്. ഹോർത്തൂസ് മലബാറിക്കസിൽ പ്രതിപാദിച്ചിരിക്കുന്ന ആദ്യ വൃക്ഷമാണ് തെങ്ങ്. അവസാന വൃക്ഷമാണ് ആൽ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മലയാള ലിപി അച്ചടിച്ച ആദ്യ ഗ്രന്ഥം ഏതാണ്? ഹോർത്തൂസ് മലബാറിക്കസ് തന്നെയാണ്. മലയാള ലിപി അച്ചടിച്ച ആദ്യ ഗ്രന്ഥമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. അതുപോലെ മലയാളത്തിൽ അച്ചടിച്ച ആദ്യ വാക്ക് ഏതാണ്? തെങ്ങാണ്. മലയാളത്തിൽ അച്ചടിച്ച ആദ്യ വാക്ക് ഹോർത്തൂസ് മലബാറിക്കസിൽ തെങ്ങാണ്. ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ രചനയിൽ സഹായിച്ച മലയാളി വൈദ്യൻ ആരാണ്? ഇട്ടി അച്യുതനാണ്. ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ രചനയിൽ സഹായിച്ച മലയാളി വൈദ്യനാണ് ഇട്ടി അച്യുതൻ. ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ രചനയിൽ സഹായിച്ച കാർമൽ പുരോഹിതൻ ആരാണ്? ജോൺ മാത്യൂസ് ആണ്. ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ രചനയിൽ സഹായിച്ച കാർമൽ പുരോഹിതനാണ് ജോൺ മാത്യൂസ്. ഇനി അതുപോലെ ഹോർത്തൂസ് മലബാറിക്കസിൽ ചിത്രങ്ങൾ വരച്ചതും ആര് തന്നെയാണ്? ജോൺ മാത്യൂസ് തന്നെയാണ്. ഹോർത്തൂസ് മലബാറിക്കസിൽ ചിത്രങ്ങൾ വരച്ചതും ജോൺ മാത്യൂസ് എന്ന കാർമൽ പുരോഹിതൻ തന്നെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ മലയാളം പതിപ്പ് പ്രസിദ്ധീകരണത്തിന് നേതൃത്വം നൽകിയത് ആര്? കേരള സർവകലാശാലയാണ്. ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ മലയാളം പതിപ്പ് പ്രസിദ്ധീകരണത്തിന് നേതൃത്വം നൽകിയത് കേരള സർവകലാശാല. ഇനി അതുപോലെ തന്നെ ഹോർത്തൂസ് മലബാറിക്കസ് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് ആരാണ്? KS മണിലാലാണ്. ഹോർത്തൂസ് മലബാറിക്കസ് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് KS മണിലാൽ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കേരള ചരിത്രത്തിൽ ഫ്രഞ്ചുകാർ അറിയപ്പെടുന്ന മറ്റൊരു പേര് എന്ത്? ഓപ്ഷൻ എ പരന്ത്രീസുകാർ എന്നതാണ്. കേരള ചരിത്രത്തിൽ ഫ്രഞ്ചുകാർ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് പരന്ത്രീസുകാർ. അല്ലെങ്കിൽ കേരള ചരിത്രത്തിൽ പരന്ത്രീസുകാർ എന്നറിയപ്പെടുന്നത് ആരാണ്? ഫ്രഞ്ചുകാരാണ്. ഇനി അതുപോലെ കേരള ചരിത്രത്തിൽ പറങ്കികൾ എന്നറിയപ്പെടുന്നത് ആരാണ്? പോർച്ചുഗീസുകാരാണ്. കേരള ചരിത്രത്തിൽ പറങ്കികൾ എന്ന് അറിയപ്പെടുന്നത് പോർച്ചുഗീസുകാരാണ്. അതുപോലെ കേരള ചരിത്രത്തിൽ ലന്തക്കാർ എന്നറിയപ്പെടുന്നത് ആരാണ്? ഡച്ചുകാരാണ്. കേരള ചരിത്രത്തിൽ ലന്തക്കാർ എന്ന് അറിയപ്പെടുന്നത് ഡച്ചുകാരാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. വ്യാപാരത്തിനായി ഇന്ത്യയിലെത്തിയ അവസാനത്തെ യൂറോപ്യൻ ശക്തി ആരായിരുന്നു? ഫ്രഞ്ചുകാരാണ്. വ്യാപാരത്തിനായിട്ട് ഇന്ത്യയിലെത്തിയ അവസാനത്തെ യൂറോപ്യൻ ശക്തിയാണ് ഫ്രഞ്ചുകാർ. വ്യാപാരത്തിനായിട്ട് ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ ശക്തിയാണ് പോർച്ചുഗീസുകാർ. അവസാനമായിട്ടെത്തിയത് ഫ്രഞ്ചുകാരാണ്. ഇനി ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം ഏത്? 1664 ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷമാണ് 1664. ഇനി അതുപോലെ കേരളത്തിലെ ഫ്രഞ്ച് താവളം സ്ഥിതി ചെയ്തിരുന്നത് എവിടെയായിരുന്നു? മാഹിയിലാണ്. കേരളത്തിലെ ഫ്രഞ്ച് താവളമായിരുന്നു മാഹി. അപ്പോൾ മാഹി ഒരു കേന്ദ്രഭരണ പ്രദേശമാണ്, പക്ഷേ അത് ജിയോഗ്രഫിക്കലി കേരളത്തിനകത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി അതുപോലെ ഇന്ത്യയിലെ പ്രധാന ഫ്രഞ്ച് താവളങ്ങൾ ഏതൊക്കെയായിരുന്നു? അപ്പോൾ മാഹി നമ്മൾ പറഞ്ഞു. ഇനി ബാക്കിയുള്ളത് കാരയ്ക്കൽ, യാനം, ചന്ദ്രനഗർ, പോണ്ടിച്ചേരി എന്നിവയായിരുന്നു. അപ്പോൾ മാഹി ഉൾപ്പെടെ മാഹി, കാരയ്ക്കൽ, യാനം, ചന്ദ്രനഗർ, പോണ്ടിച്ചേരി എന്നിവയായിരുന്നു ഇന്ത്യയിലെ പ്രധാന ഫ്രഞ്ച് താവളങ്ങൾ. അപ്പോൾ ഇതിനകത്ത് മാഹി നമ്മൾ പറഞ്ഞു കേരളത്തിലാണ്. ഇനി കാരയ്ക്കലും പോണ്ടിച്ചേരിയും തമിഴ്നാട്ടിലാണ് ജിയോഗ്രഫിക്കലി സ്ഥിതി ചെയ്യുന്നത്. യാനം സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശിലാണ്. ചന്ദ്രനഗർ സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാളിലുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യയിൽ ഫ്രഞ്ചുകാരുടെ ആസ്ഥാനം എവിടെയായിരുന്നു? പോണ്ടിച്ചേരി ആയിരുന്നു. ഇന്ത്യയിൽ ഫ്രഞ്ചുകാരുടെ ആസ്ഥാനമായിരുന്നു പോണ്ടിച്ചേരി. ഇനി അതുപോലെ പോണ്ടിച്ചേരിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഫ്രഞ്ച് ഗവർണർ ആരായിരുന്നു? ഫ്രാങ്കോയ് മാർട്ടിനാണ്. പോണ്ടിച്ചേരിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഫ്രഞ്ച് ഗവർണറാണ് ഫ്രാങ്കോയ് മാർട്ടിൻ. 1668 ഫ്രഞ്ചുകാർ ഇന്ത്യയിൽ ആദ്യത്തെ വ്യാപാര കേന്ദ്രം ആരംഭിച്ചത് എവിടെ? സൂററ്റിലാണ്. 1668 ഫ്രഞ്ചുകാർ ഇന്ത്യയിലെ ആദ്യത്തെ വ്യാപാര കേന്ദ്രം ആരംഭിച്ചത് സൂററ്റിൽ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക.
ഇന്ത്യയിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന കേരളത്തിലെ നദി ഏത്? മയ്യഴിപ്പുഴയാണ്. ഇന്ത്യയിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന കേരളത്തിലെ നദിയാണ് മയ്യഴിപ്പുഴ. ഇന്ത്യയിൽ ഫ്രഞ്ച് പതനത്തിന് കാരണമായ യുദ്ധം ഏതാണ്? വാണ്ടിവാഷ് യുദ്ധമാണ്. 1760 നടന്ന വാണ്ടിവാഷ് യുദ്ധമാണ് ഇന്ത്യയിൽ ഫ്രഞ്ച് പതനത്തിന് കാരണമായ യുദ്ധമാണ് വാണ്ടിവാഷ് യുദ്ധം. 18-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ നടന്ന കർണാട്ടിക് യുദ്ധങ്ങൾ ഏതൊക്കെ ശക്തികൾ തമ്മിലായിരുന്നു? ബ്രിട്ടനും ഫ്രാൻസും തമ്മിലായിരുന്നു. 18-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ നടന്ന കർണാട്ടിക് യുദ്ധങ്ങൾ ബ്രിട്ടനും ഫ്രാൻസും തമ്മിലായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു വാണ്ടിവാഷ് യുദ്ധമായിരുന്നു ഇന്ത്യയിൽ ഫ്രഞ്ച് പതനത്തിന് കാരണമായ യുദ്ധം. ഈ വാണ്ടിവാഷ് യുദ്ധം നടന്നതും ആരൊക്കെ തമ്മിലായിരുന്നു? ബ്രിട്ടനും ഫ്രാൻസും തമ്മിലായിരുന്നു വാണ്ടിവാഷ് യുദ്ധം നടന്നത്. കർണാട്ടിക് യുദ്ധം നടന്നതും ബ്രിട്ടനും ഫ്രാൻസും തമ്മിൽ. അതുപോലെ യൂറോപ്പിൽ നടന്ന സപ്തവത്സര യുദ്ധവും ആരൊക്കെ തമ്മിലായിരുന്നു? ബ്രിട്ടനും ഫ്രാൻസും തമ്മിലായിരുന്നു. ഇനി അതുപോലെ ഫ്രഞ്ചുകാർ ഇന്ത്യ വിട്ടുപോയ വർഷമേത്? 1954 ഫ്രഞ്ചുകാർ ഇന്ത്യ വിട്ടുപോയ വർഷമാണ് 1954. അപ്പോൾ ഇനി ബാക്കിയുള്ളത് ബ്രിട്ടീഷ് ആധിപത്യം അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അത് വീണ്ടും ബൃഹത്താണ്. അപ്പോൾ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ ഫ്രണ്ട്സ്. അതുപോലെ ഫ്രണ്ട്സ്, kerala.pscwinner.co.in എന്ന നമ്മുടെ സ്മാർട്ട് വിന്നർ വെബ്സൈറ്റിൽ LDC, LGS, ഡിഗ്രി ലെവൽ പ്രാഥമിക പരീക്ഷ തുടങ്ങി എല്ലാ PSC പരീക്ഷകൾക്കും ഏറ്റവും പ്രയോജനപ്പെടുന്ന രീതിയിൽ ക്വിസുകൾ നമ്മളിപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ക്വിസുകളുടെ വെബ്സൈറ്റ് ലിങ്ക് ഡെസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഡെസ്ക്രിപ്ഷൻ ബോക്സ് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും സന്ദർശിക്കുക. ക്വിസ് രൂപത്തിലുള്ള ഈ പഠന രീതി കൂടി മാക്സിമം നിങ്ങൾ പ്രയോജനപ്പെടുത്തുക.